ആധുനിക സൗകര്യങ്ങളോടെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഹരിതം എന്ന പേരിൽ നിർമ്മിച്ച സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ജില്ലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. വനം വകുപ്പിൽ ധാരാളം പരിഷ്കരണ നടപടികൾ ചെയ്യാൻ സാധിച്ചുവെന്നും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചെന്നും ശോചനീയാവസ്ഥയിലായിരുന്ന മലപ്പുറം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന് പുതിയ കെട്ടിടം സാധ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ജില്ലാ കാര്യാലയ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പി ഉബൈദുള്ള എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി, നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ധനേഷ് കുമാർ, നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡിഎഫ്ഒ ജി ധനിക്ലാൽ, വാർഡ് കൌൺസിലർ ടി കെ സബ്ന മൻസൂർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സോഷ്യൽ ഫോറസ്ട്രി നോർത്തേൺ റീജിയൻ ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി സ്വാഗതവും മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ DCF കെ മുഹമ്മദ് സൈനുൽ ആബിദീൻ നന്ദിയും പറഞ്ഞു. വനംവകുപ്പിന്റെ സർപ്പസന്നദ്ധ പ്രവർത്തകർക്കുള്ള കിറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. വിദ്യാവനം പദ്ധതിയുടെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളോട് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മന്ത്രി ചോദിക്കുകയും സമ്മാനമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ B1 ബ്ലോക്കിൽ 3 മുറികളിലായി പരിമിതമായ സൗകര്യങ്ങളിലാണ് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസും റേഞ്ച് ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 2020 സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അനുവദിച്ചു കിട്ടിയ 10 സെന്റ് സ്ഥലത്ത് കേരള പോലീസ് ആൻഡ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 1,48,45,100 രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. കോൺഫറൻസ് ഹാൾ, ഡിവിഷന്റെ റെക്കോർഡ് റൂം എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഫോറസ്ട്രി ക്ലബ്ബ്, ഹരിതസമിതി ഏകോപനം, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പരിശീലനം, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ വിജ്ഞാന നൈപുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കാനുതകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തിന് ശേഷം ലോക വന്യജീവി ദിനത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത കോളേജിലെ മാധ്യമപ്രവർത്തന വിദ്യാർത്ഥികൾക്കായി ഡിജിറ്റൽ വോയിസസ് ഫോർ വെൽ സ്പേസ് കമ്മ്യൂണിക്കേറ്റിംഗ് കൺസർവേഷൻ ഇൻ എ കണക്റ്റഡ് വേൾഡ് എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ M. ജോഷിൽ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ VM. സാദിഖ് അലി എന്നിവർ ക്ലാസ് നയിച്ചു. നമ്മൾ വനം വകുപ്പിനെ ഇപ്പോൾ അറിയാൻ തുടങ്ങിയത് വനം മേഖലയിൽ മാത്രമല്ല, വനാതിർത്തിക്ക് പുറത്ത് നാട്ടിൻ പുറങ്ങളിലും വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണത്തിൻ്റെ ഫലമായി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. കൃഷിയിടങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നു. മരണവും കൃഷിനാശവും വരുത്തിവെക്കുന്ന ദുരിതത്തിൻ്റെ നടുവിലാണ് മലയോര മേഖലയിലെ കർഷകർ. അവരുടെ വേദനയാണ് പലപ്പോഴായി മാധ്യമ ശ്രദ്ധയും ജനപ്രതിനിധിയുടെ ശ്രദ്ധയും ആകർഷിക്കാനിടയായത്. അതിന് പ്രധാന കാരണം വനം വകുപ്പ് അന്ന് ശ്രദ്ധിക്കപ്പെടുന്നൊരു വകുപ്പായിരുന്നില്ല. ജനങ്ങളുമായി ഒരു ബന്ധമില്ലാത്തൊരു വകുപ്പ്. അത് കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ കുറേ കാട്ടുകള്ളന്മാരുണ്ട്, അവിടെ കുറേ വേട്ട നായ്ക്കളെ പോലെ ചാടി വീഴുന്ന വേട്ടക്കാരായ ആളുകളുണ്ട്. അവരുടെ ഒരു ലോകം എന്നതിനപ്പുറം അതിനൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുഭൂ പോലെ നിറമേകും MX വെണ്ണിലാവായി എന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.